ഓക്കെ വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നിൻ്റെ ബൈക്കിൽ പുതിയ അപ്ഡേറ്റ് വന്നു ഗൈസ്. നമുക്ക് നോക്കാം. ഇതാണ് പുതിയ അപ്ഡേറ്റ്. ഇതിൽ നമുക്ക് നോക്കാം. പിന്നെ പ്രൈവറ്റ് ജെറ്റ് തോന്നുന്നു 12-19 അടിച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ കാണുകയാണെങ്കിൽ ഒരു റേസ് കിട്ടും. നമുക്ക് കാണിച്ചു തരാം. ഇത് പറഞ്ഞൊരു റേസാണ്. ആദ്യം നമ്മൾ ഒരു ബൈക്ക് എടുക്കണം. എന്നിട്ട് നമ്മൾ ആ ബൈക്ക് കയറുക. ഈ കാറിലൊക്കെ നിൽക്കുന്നതാണ്. ആ വേസ്റ്റ് ബാസ്ക്കറ്റിന് തട്ടാൻ പാടില്ല. കാറിൽ നിന്ന് മുട്ടിയാലും ബ്ലാസ്റ്റ് ചെയ്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് മുട്ടിയാലും നമ്മൾ ബ്ലാസ്റ്റ് അതുകൊണ്ട് നമ്മൾ അതൊന്നും തട്ടാതെ തട്ടും മുട്ടും ചെയ്യാറുണ്ട്. പാപ്പണം അപ്പം നമുക്ക് ഈ റേസിൽ ജയിക്കുകയും കാണാം. ഫസ്റ്റ് ബൈക്കോ കാറോ എന്തുകൊണ്ട് കട്ടോ അപ്പോൾ ബൈക്ക് ഓക്കെ, ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗൈസ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് വന്നാൽ നിങ്ങൾ പ്രൈവറ്റ് ജെറ്റ് കണ്ടുപോകും. പ്രൈവറ്റ് ജെറ്റ് അതിൽ വന്നു. എല്ലാവരും ചീറ്റ് കോഡൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. കാരണം ഇത് ഭയങ്കര ഉപകാരപ്പെടുന്നു. 12-10 ചീറ്റ് കോഡ് 13-19 അപ്പോൾ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാന്നൊക്കെ കുറേ കൂട്ടുകാർക്ക് അറിയില്ല. അപ്പം ഞാനത് കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ബ്രേക്ക് പിടിച്ചത് ഇത് പൊക്കണം. ഈ ജോയ്സ്റ്റിക്ക് പൊക്കിയിട്ട് നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുക്കണം. അപ്പോൾ കണ്ടപ്പോൾ എന്തിനെ പക്ഷേ ഇവിടുന്ന് ഓടിക്കാൻ പറ്റില്ല. കാരണം ഇത് പെരയാണ് ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബൈക്കുകളുടെ ശബ്ദം ഉണ്ടാവും. അത് ശ്രദ്ധിക്കണ്ട. കാരണം അത് എടുക്കുന്നത് വീടിൻ്റെ പുറത്തുനിന്നാണ്. അപ്പം ഇതിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ 1319 ആണ്. അടിച്ചാൽ നമുക്ക് പ്രൈവറ്റ് ജെറ്റ് സ്പോൺ ആവും. അപ്പം നമുക്കിത് കൺട്രോൾ ചെയ്യാൻ അങ്ങനെ കാണിച്ചു തരാം. നമ്മൾ ഇതിങ്ങോട്ട് താഴ്ത്തണം. ജോയ്സ്റ്റിക്ക് താഴ്ത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ടാണ് നമ്മൾക്ക് പോകേണ്ടത്. കാരണം ആളുണ്ട്. ഓക്കെ വണ്ടി ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പണിയാണ്. ഇറക്കാം. പതുക്കെ റൺവേക്ക് ഇറക്കാം.
ഓക്കെ 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 ഓക്കെയാണ് ഗൈസ്. നമുക്ക് ഇറങ്ങാം. ഇതാണ് പുതിയ വന്ന പുറത്തുനിന്ന് ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലുക്കായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇപ്പം നിൽക്കല്ലേ, നമ്മൾ ഇവിടെ തന്നെ പോവുക. ഇവിടെ ഇപ്പം നമ്മൾ മലയുള്ള പ്ലേസിലേക്കും പോവാം. നമ്മൾ വേറെ വേറെ പ്ലേസിലെത്തുക. അപ്പം നമ്മൾ കുറേ വട്ടം ട്രൈ ചെയ്താൽ പ്രാവശ്യം നമുക്ക് മലയാണ് കിട്ടിയത്. ഈ ഇതിൽ നമുക്ക് ആർച്ചിസ്റ്റൂളിൽ പോയാൽ ഡ്രോൺ കിട്ടൂലേ, അവിടെ ഡൈനോസർ ഉണ്ട്. ഡൈനോസർ കാണിച്ചുതരാം. ഇവിടെ എവിടെയോ ഡൈനോസർ ഉണ്ട്. ഇതിന് പറഞ്ഞ ഒരു മോഡും തേങ്ങയും വാങ്ങുന്നില്ല, ഞാൻ ചെയ്തെടുക്കണതാണ്. ഏതെങ്കിലുമൊക്കെ മലയിൽ ഒരു ഡൈനോസറിന് കാണും. ഇത് ഫേക്കല്ല. ഏതെങ്കിലുമൊക്കെ ഒരു മലയിൽ ഡൈനോസറിനെ കാണാതിരിക്കില്ല. ഗൈസ് അപ്പോൾ ഇതിൻ്റെ എൻഡിങ് ഓക്കെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ എൻഡിങ് പറഞ്ഞാൽ. ഇവിടെയാണ് ഇതിൻ്റെ എൻഡിങ് എന്നൊക്കെ പറയുന്നത്. കൊള്ളാം. കുറേ ആൾക്കാർ ഇതിൻ്റെ എൻഡിങ്ങിലെത്തി. ഇപ്പം നമ്മൾ റേസിൻ്റെ എൻഡിങ് ഇതാണ് ഗൈസ്. അവിടേക്ക് ചാടി നമ്മൾ പിന്നെ വെച്ചോ. അല്ല ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഡിസ്പെയർ ആയി പോണ്. കാണിച്ചു തരാം. ഇപ്പം കണ്ടോ ഡിസ്പെയർ ആയത്? കാരണം ഇവിടെ ഒരു സാധനം വെച്ചിരിക്കണം. ഇവിടെ നമുക്ക് ഇതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഡൈനോസറിന് ഉണ്ടാവും. ഗൈസ് ആ ഡൈനോസറിനെ ഒന്ന് കണ്ടുപിടിച്ച് തരാം. ഗൈസ് ഡൈനോസറിനെ ഇവിടെ കാണാൻ പറ്റണില്ല. അപ്പം നമുക്ക് അടുത്ത അപ്ഡേറ്റിൽ വരാൻ പോണേ ബാറ്റ്മാൻ്റെ കാറാണ് വരാൻ പോണേ അടുത്തതിൽ. ഒരു സെക്കൻഡ്, ഇത് വണ്ടി ഉണ്ടാക്കല. വണ്ടിയുടെ പേരുണ്ടാക്കട്ടെ, BMW. ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എല്ലാവർക്കും അറിയണ്ട. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയാൽ അപ്ഡേറ്റ് കാണിച്ചു തരാൻ. ഞാൻ ഗൈസ് അപ്ഡേറ്റ് ചെയ്തിരിക്കണു, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണേ. ഈ പ്ലേ എന്നുള്ള അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്നാണ് കാണിക്കുക. നിങ്ങൾ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. സീന് സാധനമാണ് ഗൈസ്. നമുക്ക് പിന്നെയും ഒന്ന് കളിച്ച് നോക്കാം. ഇപ്രാവശ്യം നമ്മൾ അടിപൊളിയൊന്നുമല്ല ഗൈസ്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ബൈ. ഞാൻ അടുത്ത വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് ബൈ.